ദേശീയ രാഷ്ട്രീയമെന്ന ഗോദ കടന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ ഗോദയിൽ സാമാന്യം നല്ല മാറ്റ് തെളിയിച്ചാണ് ജൈത്രയാത്രയ്ക്കൊടുവിൽ മോദി നാട്ടിലെത്തിയിരിക്കുന്നത്. ആ ഒരു പ്രതീതിയാണ് പൊതുവെ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രതീതി. ഈ പ്രതീതിക്ക് ഉപരിയായി ഇതിനകത്തെ സത്യങ്ങളുണ്ടോ എന്ന അന്വേഷണമാണല്ലോ ഒരു പക്ഷേ നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ ദ്വിമുഖ ആക്രമണമാണ് മോദി നേരിട്ടത് കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ. ഒന്ന്, ട്രംപിന്റെ വ്യാപാര യുദ്ധം, അതിനെ എങ്ങനെ മറികടക്കാം, തന്ത്രപരമായ ചില നിലപാടുകളിലൂടെ വിദേശ ബന്ധത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി നമ്മുടെ വിദേശ നയത്തിന്റെ ഒരു ഭാഗമായ സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ സ്വയംഭരണ അവകാശം, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ പരിക്കില്ലാതെ പോകാം, അതായിരുന്നു ഒരു കൺസേൺ. 2, അതിനേക്കാൾ ഭയാനകമായിരുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ക്രെഡിബിലിറ്റി ക്രൈസിസിനെ കുറിച്ചുള്ള ഒരു ചിന്ത. വോട്ട് അധികാർ യാത്ര, ബീഹാറിൽ വോട്ട് അധികാർ യാത്ര സാമാന്യം നല്ല ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എന്തായിരിക്കും നിലപാടെടുക്കുക? നിതീഷിന്റെ പാർട്ടിയുടെ നിലപാട് എന്താവും? ബിജെപിയോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നുവെങ്കിലും അയാറാം ഗയാറാം പൊളിറ്റിക്സിന്റെ ഒരു മേഖലയാണല്ലോ ബീഹാർ. അതുകൊണ്ട് നിതീഷിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനാവില്ല എന്ന ഒരു ചിന്ത 2 മുന്നണികൾക്കും ഉണ്ട്. NDAയ്ക്കും ഉണ്ട്, UPA അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ കാരണവരായിരുന്ന ആളാണ് മറുകണ്ഠം ചാടിയത് രായ്ക്ക്. അതുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന സഖ്യം ബീഹാറിൽ ചലനമുണ്ടാക്കുന്നത്? എങ്ങനെ അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പടർന്നു കയറാം? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഹൈഡ്രജൻ ബോംബുണ്ട്. ആറ്റം ബോംബ് ബാംഗ്ലൂരിൽ പൊട്ടിച്ചു, അല്ലെങ്കിൽ ബാംഗ്ലൂർ മണ്ഡലം ഒരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ട് ബാംഗ്ലൂർ സെൻട്രൽ, അതിലെ മഹാദേവപുര ഒരു സബ് പ്ലോട്ടായി എടുത്തുകൊണ്ട് വലിയ നീക്കമാണ് നടത്തിയത്. സംശയത്തിന്റെ ഒരു കാർമേഘം ഉയർത്തുന്നതിൽ ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി വിജയിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി ആർച്ച് ബ്ലണ്ടേഴ്സ്, ഹിമാലയൻ ബ്ലണ്ടേഴ്സും ഇക്കൂട്ടത്തിൽ എഴുന്നള്ളിച്ചു. ഇപ്രാവശ്യം പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് BJPക്കെതിരെ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP വോട്ട് കവർച്ചയിലൂടെയാണ് നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന ഒരു തീം സക്സസ്ഫുള്ളായി ഡ്രൈവ് ചെയ്യാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒരുങ്ങുന്നു. മഹാരാഷ്ട്രയാണ് ഗോദ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു